കാര്യം ദിൽഷയായിരുന്നു ഇവിടെ ഈ ബിഗ് ബോസ് സീസണിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലേഡി വിന്നർ വന്നു. ഇപ്രാവശ്യം ഒരു ലേഡി ബിഗ് ബോസ് എന്താണ് ജാസ്മിന്റെ അല്ല ദിൽഷയുടെ ഒരു പ്രതീക്ഷ എന്താണ്? നല്ല അഭിപ്രായമുണ്ട്. കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി വിന്നറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. റിസർവ് ചെയ്യുന്നത് ആരാണോ അവർ തന്നെ വിൻ ചെയ്യണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ 100 days ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിപ്പം ഇപ്പൊ ടോപ്പ് 5 എന്ന് പറയുന്നത് ഈ ടോപ്പ് 5 എല്ലാവരും അതിൽ വിന്നേഴ്സ് ആണ്. കാരണം ആ 100 days അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ്, അടി ബഹളം അത് ഇതൊക്കെ. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്കേ അറിയുള്ളൂ അത് എത്രമാത്രം സ്ട്രഗ്ലിംഗ് ആണ്. ഈ തല്ലുകൂടുന്ന അവരത്തിൽ നമ്മൾ വീണ്ടും കാണണം, അവരുടെ വീണ്ടും നമ്മൾ ചിരിക്കണം, കളിക്കണം, പിന്നെയും വഴക്കുണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം അവർ ഇത്രയും 100 days നിന്നു പറയുന്നതിന്റെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ആരാണെങ്കിലും വലിയ അച്ചീവ്മെന്റ്. പിന്നെ അറ്റ് ദി എൻഡ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് വിൻ ചെയ്യണം എന്നുള്ളത്. ഇന്ത്യക്കും പറയാണ് ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ജാസ്മിൻ ഇത്രയും നാൾ ആ വീട്ടിൽ 100 ദിവസം നിന്നപ്പോൾ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേഴ്സണൽ അറ്റാക്കുകൾ കുറേ നേരിട്ടിട്ടുണ്ട്. അത് മേ ബി ഇനിയിപ്പോൾ ആളുകൾ എങ്ങനെയായിട്ട് പല ഡിഫറെൻറ്റ് ക്യാരക്ടർ ആണല്ലോ. പക്ഷെ അതൊക്കെ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തൻ്റെ ഇടം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെയാണ് തളർന്ന് പോയേനെ. 100 ദിവസം നിന്നുകൊണ്ട് പറയണ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആയി പോകും. നമ്മളൊക്കെ അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്.